വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഛത്തീസ്ഗഡാണ് വിഷയം. അവിടെ രണ്ട് കന്യാസ്ത്രീകളെ ഈ മതം മാറ്റ നിരോധന നിയമപ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1960കളിലാണ് കോൺഗ്രസ് ആ നിയമം അവിടെ കൊണ്ടുവരുന്നത്. കോൺഗ്രസ് ആണ് അവിടെ കൊണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ടും ഛത്തീസ്ഗഡിന്റെ ഒരു ഡെമോഗ്രാഫി ഒക്കെ നോക്കുമ്പോൾ അവിടെ അത്തരത്തിലുള്ള ഒരു നിയമം അനിവാര്യമാണെന്ന് കോൺഗ്രസിന് തോന്നിക്കാണും. അതുകൊണ്ട് കോൺഗ്രസ് അത് കൊണ്ടുവരുന്നത്. ഈ എല്ലാ പുല്ലുകളുമാരാണല്ലോ കൊണ്ടുവരുന്നത്. മതമാറ്റ നിരോധന നിയമമാരാണ് കൊണ്ടുവന്നത്. പൗരത്വ ഭേദഗതി നിയമം ഇവന്മാർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അത് മോദി കൊണ്ടുവന്നപ്പോൾ ഇവന്മാർക്ക് വലിയ ചൊറിച്ചിലായി. പിന്നെ പോരാത്തതിന് വേറെ പല കാര്യങ്ങൾ, ഈ ബീഫ് നിരോധനം ആരാ കൊണ്ടുവന്നത്? കോൺഗ്രസ് അല്ലേ കൊണ്ടുവന്നത്. ഈ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലെയും ബീഫ് നിരോധിച്ചത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസ് തന്നെയാണ് കൊണ്ടുവന്നത്. അന്നും അവിടെ തല്ലിക്കൊലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ നമ്മളൊരു പാസ്റ്ററൽ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ഈ കന്നുകാലി മോഷണമൊക്കെ വളരെ കൂടുതലായിരുന്നു. അന്ന് ഈ ജനങ്ങൾ മോബിലിംഗ് ചെയ്യുമായിരുന്നു കന്നുകാലി മോഷ്ടിക്കാൻ വരുന്ന ആൾക്കാരെയൊക്കെ. അന്ന് അത് വലിയ വാർത്തയൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് അത് ബീഫ് തിന്നതിന്റെ പേരിൽ കൊലപാതകം എന്നുള്ള രീതിയിൽ അത് മാറ്റി ചിത്രീകരിക്കപ്പെട്ടു. ഇപ്പൊ ഈ കന്യാസ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ബി.ജെ.പി ക്രിസ്ത്യാനികളുമായിട്ട് ഭയങ്കരമായിട്ട് അടുക്കുകയാണല്ലോ. ക്രിസ്ത്യാനികളും ബി.ജെ.പിയുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വിഷമത്തിലായ രണ്ട് കക്ഷികൾ, ഇടതനും വലതനും, എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പ് വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നടന്നാൽ പോലും ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു ക്രിസ്ത്യാനിയുടെ തലയിൽ കാക്ക ഒന്ന് കഷ്ടിച്ചാൽ പോലും ഉടനെ പറയും സംഘപരിവാർ അജണ്ട എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് വാർത്ത അടിക്കുകയാണ്. ഡെയിലി ഓരോ വാർത്തകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്ത്യാനികളെ അത് ചെയ്തു, ക്രിസ്ത്യാനികളെ ഇത് ചെയ്തു, പാസ്റ്റർ നടന്നു പോയപ്പോൾ അപ്പുറത്തിരിക്കുന്ന ബജറംഗ് ദൾ പ്രവർത്തകൻ കാറ് തുപ്പിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളാണ് പ്രധാനമായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ കേരളത്തിൽ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഒരു പുൽക്കൂട് തകർത്തല്ലോ. പുൽക്കൂട് ഒരുത്തൻ തകർത്തു. അവന്റെ പേര് പറയരുത്, അവൻ ആരാണെന്ന് പറയരുത്, ഐഡന്റിറ്റി പുറത്തു വിടരുത്. ഞാൻ പറഞ്ഞില്ല, കേരള പോലീസ് പറഞ്ഞതാ. പുറത്ത് വിട്ടാലും അതേതരത്തൻ തകർന്നു പോകുന്നു. പിന്നെ നമ്മുടെ പാലയിൽ ഒരു പള്ളിയിൽ അച്ഛനെ മേടയെ കയറി കുറെ മറ്റേ വണ്ടി ഇടിച്ച് അച്ഛനെ ICUവിൽ കിടത്തിയല്ലോ. ആ സമയത്തും പോലീസ് അന്ന് വൈകുന്നേരം തന്നെ പോലീസിന്റെ മറ്റേ ഇതിൽ ഉണ്ടായിരുന്നു, പേര് പറയരുത്, ഈ വിഷയം ചർച്ച ചെയ്യുന്നവന്മാരെല്ലാം ഞങ്ങൾ നോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞില്ലേ. അവസാനം മുഖ്യമന്ത്രി തന്നെ വന്ന് പറഞ്ഞു, മുസ്ലിങ്ങളല്ലേ അങ്ങനെ ചെയ്തതെന്ന്. മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്, ഞാനല്ല. മുഖ്യമന്ത്രി ഡയറക്റ്റ് ആയിട്ട് ഒന്ന് പറയാ, ഇത് ചെയ്തത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം, അവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാർ എന്ന് പറഞ്ഞത്. അതൊന്നും ഇവിടെ ചർച്ച. അതൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ജാഗ്രത, ഇവരെല്ലാം ഒരു പ്രതിരോധ മൂഡിലോട്ട് വരും. ഓ മൈ ഗോഡ് എന്നൊരു പ്രതിരോധ മൂഡിലോട്ട് വരും. പക്ഷെ അവിടെ ഇതാ കന്യാസ്ത്രീകളെ പിടിക്കുന്നു, അതിഭീകരമായിട്ട് കന്യാസ്ത്രീകളെ ഇതാ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് BJP ആണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെയുള്ള ഒരു നെറേഷൻ ഉണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിറകിൽ പഠിക്കാൻ പറ്റും. എന്താണ് ഛത്തീസ്ഗഡ്, അവിടുത്തെ ഡെമോഗ്രഫി എന്താണ്, അവിടെ എന്താണ് ഈ മതമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നത് എന്നൊക്കെ പഠിക്കാൻ പറ്റും. കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ബേസിക്കലി ബിജുചേട്ടൻ പറഞ്ഞു തരണം. എന്താണ് ഇത് മൊത്തത്തിലുള്ള സംഭവം, ഇത് ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി, ഇനി പേരുടെ ഭാഗത്തും തെറ്റാണോ, രണ്ടുപേരുടെ ഭാഗത്തും ശരിയാണോ എന്നൊക്കെയുള്ള വിഷയങ്ങൾ എനിക്ക് അറിയണം. പക്ഷെ അതിനു മുമ്പ് ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞ് മുന്നോട്ട് പോവാം. ഇന്നത്തെ മനോരമ ഓൺലൈനിൽ ഒരു വാർത്തയുണ്ട്. ഛത്തീസ്ഗഡിൽ നടന്ന സമാനമായിട്ടുള്ള സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊരു വാർത്തയേ അല്ല കേട്ടോ. അത് കേരളത്തിൽ വാർത്തയല്ല, കാരണം അതിൽ BJP ഇല്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു വാർത്തയല്ലാത്തത്. തൃശ്ശൂരാണ് നടന്നിരിക്കുന്നത്. ആ വാർത്ത ഇതാണ്, മനോരമ ഓൺലൈന്റെ വാർത്ത ഇരിപ്പുണ്ട്. ആധാർ കാർഡ് തിരുത്തി പ്രായം കൂട്ടിക്കാണിച്ച് ബാലവേലയ്ക്ക് എത്തിച്ച 11 പെൺകുട്ടികളെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ രക്ഷപ്പെടുത്തി. അവിടെ ബജറംഗ് ദൾ പ്രവർത്തകനാണെങ്കിൽ ഇവിടെ ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് രക്ഷപ്പെടുത്തിയത്. ഛത്തീസ്ഗഡ് ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അവരുടെ രാഷ്ട്രീയമൊക്കെ ഒന്ന് തപ്പി നോക്കിക്കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഒക്കെ കൂട്ടിക്കെട്ടാനായിട്ട് സാധിക്കും. പോട്ടെ. ഛത്തീസ്ഗഡ്, ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്നും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച 18 പെൺകുട്ടികളിൽ പ്രായപൂർത്തിയാകാത്ത 11 പേരെയാണ് രക്ഷിച്ചത്. അത് രക്ഷിച്ചതാണ് കേട്ടോ. അത് വേറെ പ്രശ്നമൊന്നുമില്ല. കോട്ടയം, തൃശൂർ ജില്ലകളിലെ ചില മഠങ്ങളിൽ ജോലിക്കായാണ് ഇവരെ എത്തിച്ചത് എന്നുള്ളതാണ് വാർത്ത. എക്സാക്ട് എന്താണോ ഛത്തീസ്ഗഡിൽ നടന്നത് അതാണ് വാർത്ത. ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ തൃശൂർ സ്റ്റേഷനിൽ ഇപ്പം അതിന്റെ ഒരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ്, ഞാൻ ഇവിടെ ഇരിക്കാൻ വരുന്നുണ്ട്, അതിന്റെ ഫോളോ അപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ കണ്ടു. ഞാൻ ഇതുകൂടെ വായിച്ചിട്ട് ഈ പത്ര കട്ടിംഗ് ഒന്ന് വായിക്കണമല്ലോ എന്തായാലും. ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ തൃശൂർ സ്റ്റേഷനിൽ മഠം ഭാരവാഹികൾ എത്തിയിരുന്നുവെങ്കിലും പോലീസ് മടക്കി അയച്ചു. പെൺകുട്ടികളെ എത്തിച്ച ഏജന്റ് ഒഡീഷ സ്വദേശി നാഗേന്ദ്രനെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കെതിരെ ബാലവേല പ്രേരിപ്പിച്ചതിന് കേസെടുക്കുന്ന കാര്യം പരിഗണനയിലാണ്. എന്തൊരു നന്മയുള്ള കേരളം ഒന്ന് ആലോചിച്ച് നോക്കേ. അതായത് ഇപ്പോ ഗുജറാത്തിൽ ഒരു വെള്ളപ്പൊക്കമോ തീപിടുത്തമോ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ വാർത്ത? ഗുജറാത്തിൽ മറ്റേ ആ തീപിടുത്തത്തിന്റെ ഇടയിൽ കയ്യിൽ റൊട്ടിയുമായിട്ട് ഓടുന്ന കുട്ടി, അവിടെ ഒരു അപ്പൂപ്പൻ വിശന്ന് വലഞ്ഞ് തളർന്ന് മറ്റേ റിബ്സ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും കുറെ ഗർഭിണികൾ അവിടെ മറ്റേ വേണമെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ, കാലിന്റെ ഇടയിൽ കൂടെ അങ്ങനെ ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ ഇതെടുത്ത പത്രപ്രവർത്തകർ, മാതൃഭൂമിയിലെ മറ്റേ കൊണാണ്ടറാണ്, മനോരമയിലെ ഇവനാണ്, അവൻ മറ്റേ ധീരമായിട്ടാണ് ഇതെടുത്തത് എന്നുള്ള ആ ഒരു ആദരിക്കലൊക്കെ കാണും. അതേസമയം ഇവിടെ ബ്രഹ്മപുരത്ത് പ്ലാന്റ് കത്തിയപ്പോൾ ഞാൻ കണ്ടൊരു കുറെ സഖാക്കന്മാരുടെ കുറെ പോസ്റ്റാണ്. തളർന്നിരിക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ തലയിൽ ഒരു
റിങ്ങും 2 ചിറകും വെച്ച് കൊടുത്തിട്ട് നന്മയുള്ള കേരളമേ എന്നുള്ളൊരു പോസ്റ്റാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത്. വേറൊന്നും അവിടെ കാണാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ഇതാണ് കേരളം അവന് തമ്മിലുള്ള വ്യത്യാസം. ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ഈ പൊളിറ്റിക്സ് ഒക്കെ മനസ്സിലാവും എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായാലും നമുക്ക് ആ പൊളിറ്റിക്സിലോട്ടൊന്നും പോണ്ട. എന്താണിത് വാസ്തവത്തിൽ, എന്താണ് ഈ സംഭവം എന്ന് പറയുന്നത്? ഇപ്പൊ ധനുഷ് തൃശ്ശൂരെ കേസ് പറഞ്ഞുകൊണ്ട് അല്പം മുമ്പ് അതിന്റെ ഒരു വെറുതെ അത് വലിയ ബ്രേക്കിംഗ് ആയിട്ട് പോകുന്നുണ്ട് വാർത്ത. ആ 2 കന്യാസ്ത്രീകളും വെറുതെ വിട്ടു എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഇതിനകത്തൊക്കെ വരാം. ഇതിനു മുമ്പ് നമ്മൾ അനവധിപ്പെട്ട ഈ മണിപ്പൂർ ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചുക്കും സംഭവിക്കത്തില്ല. ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്നുള്ളത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനത്തിനും അറിയാം. അതുകൊണ്ട് തന്നെ മോദിക്കൊന്നും സംഭവിച്ചില്ല. 3ാമതും അധികാരത്തിൽ വന്നു. ഇപ്പൊ കുക്കികൾക്ക് പ്രശ്നമില്ല, മേത്തികൾക്ക് പ്രശ്നമില്ല, അവിടെ നുഴഞ്ഞു കയറിയിരുന്ന ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദി സംഘടനകൾക്ക് പ്രശ്നമില്ല, മ്യാൻമാറിൽ നിന്ന് നുഴഞ്ഞു കയറിയവർക്ക് പ്രശ്നമില്ല. ഇനി അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. കുറച്ചാണ് മണിപ്പൂരായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഇപ്പൊ ഇത് വരുന്നുണ്ട്, നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അവിടെയാണ് ഈ ഛത്തീസ്ഗഡ് കന്യാസ്ത്രീകൾ കിടന്ന് കളിക്കുന്നത്. ധനുഷ് ചോദിച്ച ചോദ്യം ശരിയാണ്. ഇപ്പൊ ലൈവാണ്, എല്ലാ ചാനലുകളും ഛത്തീസ്ഗഡിൽ പോയി കിടക്കുക. ഈ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയായിരുന്നു, അവിടെ നമ്മളൊരു ലൈവ് കണ്ടില്ല. വാർത്ത തന്നെ വളരെ ലേറ്റായിട്ടാ വന്ന. അതെ, എനിക്ക് തോന്നുന്നു ആ വാർത്ത ലോകത്ത് തന്നെ ആദ്യം വന്ന ടൈംസ് ഓഫ് ഇസ്രായേലിലാണെന്ന്. അതിനുശേഷമാണ് വരുന്നത്. പുൽക്കൂട് തകർത്തു, അങ്ങനെ അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്ന് ആദ്യം വന്നത്. അത് എന്തുകൊണ്ടാണ് ഇവിടെയും കിട്ടിക്കാണുമല്ലോ ആ വാർത്ത. ആ വാർത്ത വെച്ച് വിരയിക്കൊണ്ടിരുന്നു, കൊടുക്കണോ വേണ്ടയോ, കൊടുത്താ അത് പോവോ ഇത് പോവോ എന്ന് വെച്ച് കൊടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അറിയില്ല. ഇനി പുൽക്കൂട് അടക്കം ഒരുപാട് മതസ്ഥാപനങ്ങൾ ആക്രമിച്ചു. ഈ പാലയില് പിന്നെ ഒരു ഫാദറിനെ ജീപ്പ് പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അവിടെ ലൈവ് കണ്ടില്ല, വാർത്ത കണ്ടില്ല, പ്രതിഷേധം കണ്ടില്ല. മണിപ്പൂരിന് വേണ്ടി നമ്മൾ 2024 ആഘോരം പണിയെടുത്ത് വലിയ പ്രതിഷേധമൊക്കെ നടത്തി. മോദി താഴെ ഇറങ്ങിയല്ലോ. അതുകൊണ്ട് തന്നെ, കാരണം ഇവിടെ ഇരിക്കുന്നവരുടെ, നമ്മളിപ്പോ പറയും അരിയാഹാരം കഴിക്കുന്നവരെ, പക്ഷെ ശരിയാണ്, അവർ അരിയാഹാരം അല്ല കഴിക്കുന്നത്. പക്ഷെ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നത്. അന്ന് ഞാൻ പറഞ്ഞു ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത, ഈ ഛത്തീസ്ഗഡിലെ സംഭവം ഒരൊറ്റ ദേശീയ മാധ്യമം എടുത്തു പിടിച്ചിട്ടില്ല. മറ്റൊന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് കേസിന്റെ മെറിറ്റിലേക്ക് പോകാം. ഈ ഇന്നത്തെ ദിവസം ശ്രീ വി.ഡി. സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം രാജ്ഭവന്റെ മുമ്പിൽ നടത്തി. ഇവിടെ കോൺഗ്രസ് UDF എന്ന് പറയുന്ന സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത്, മുസ്ലിം ലീഗിന്റെയും മറ്റ് ഘടകകക്ഷികളുടെ നേതൃത്വം. ഈ ഛത്തീസ്ഗഡിനെ സംബന്ധിച്ച് പറഞ്ഞാല് കോൺഗ്രസ് അവിടെ ഒരു ചെറിയ സംഘടനയല്ല. 35 എംഎൽഎമാരുള്ള സ്ട്രോങ് പ്രതിപക്ഷമാണ് ഛത്തീസ്ഗഡിൽ. ഭൂപേഷ് സിംഗ് ബാഗൽ അവിടെ കഴിഞ്ഞ ടൈമിൽ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടാണ് ഇപ്പൊ കേരളത്തിലുള്ള MP-മാർക്ക് ഇപ്പൊ ജയിലിൽ പോയി ഇവരെ കാണാൻ കഴിഞ്ഞത്. എന്തേ അവിടെ പ്രതിഷേധം നടത്താത്തത്? ഇല്ലെങ്കിൽ അവിടെ മറ്റു പ്രതിപക്ഷ സംഘടനകളില്ലേ, എന്തേ അവിടെ നടത്താത്തത്? അനവധി ആദിവാസി സംഘടനകൾ, ഇവര് പറയുന്നൊക്കെ ദളിത് ആദിവാസികളൊക്കെ ഞങ്ങളോടൊപ്പമാണ്, എന്തേ അവരാരും പ്രതിഷേധം നടത്താഞ്ഞത്? അപ്പം കാര്യങ്ങൾ അറിയാം. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് വെറുതെ ഓരോ കഥകൾ കെട്ടിച്ചമയ്ക്കുന്ന കാലങ്ങൾ പോയി. ഇനി ഞാൻ ആ കേസിലേക്ക് വരാം. ഞാൻ ആ കേസിന്റെ മെറിറ്റും ഡിമെറിറ്റും പറയാൻ ഞാൻ ആളല്ല. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം. അതിലേക്ക് പോകാനും ഞാൻ തയ്യാർ. ഇനി ആ കേസിലേക്ക് വരാം. ഛത്തീസ്ഗഡില് ധനുഷ് 7 ജില്ലകൾ ഇന്നും അതീവ നക്സൽ ബാധിത മേഖലയാണ്. ന്യൂസ് ഇന്ത്യ മലയാളം നോക്കിയാൽ അറിയാം. നമ്മൾ മിക്കവാറും ഒക്കെ ഈ നക്സൽ വേട്ടയെ കുറിച്ചിട്ടുള്ള വാർത്തകൾ നമ്മൾ കൊടുക്കാറുണ്ട്, അനവധി വാർത്തകൾ. ഇപ്പോഴും അത് ശക്തമായി നിൽക്കുന്ന ഒരു ജില്ലയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളുടെ വാർത്തയിൽ വന്നൊരു സ്ഥലമുണ്ട്, നാരായൺപൂരിലെ അംബുജ്മാർഗ് എന്ന് പറയുന്ന സ്ഥലം. അതായത് ഒരു നിബിഡമായ ഒരു വനപ്രദേശമാണ്. സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്തൊരു മേഖല. സർക്കാർ സംവിധാനങ്ങളില്ല. അവിടെ സേനയ്ക്ക് പോലും ദുഷ്കരമാണ് ആ വനത്തിലൂടെ കടന്നു ചെല്ലാൻ. അവിടെ ഏതാണ്ട് 34,000 പേരുണ്ട് ആ സ്ഥലത്ത്. ഈ പറയുന്ന സ്ഥലത്ത് 42 ഗോത്രങ്ങളുണ്ടാവും. 4,000 പേര് താമസിക്കുന്നുണ്ട്. ഈ നക്സലുകൾ വനത്തിലുള്ള വനമേഖലയാണ്. അവിടെ ഗോത്രവർഗ വിഭാഗമാണ്. 30% ഗോത്രവർഗമുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അതായത് ഇന്ത്യയിലെ ഗോത്രവർഗ മേഖലകളുള്ള സംസ്ഥാനങ്ങളിൽ ഒരു പ്രഥമ സ്ഥാനം ഛത്തീസ്ഗഡിനുണ്ട്. 1968 ഈ പറയുന്ന ഈ മത പരിവർത്തന, അതായത് ഛത്തീസ്ഗഡ് ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് കോൺഗ്രസ് സർക്കാർ പാസ്സാക്കുന്നത്. ഈ 68 എന്ന് പറയുമ്പോൾ ഛത്തീസ്ഗഡ് ഇല്ല കേട്ടോ, മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്നു ഛത്തീസ്ഗഡ്. അപ്പൊ ഈ ഗോത്രവർഗ മേഖലയെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് 68 കൊണ്ടുവന്ന, എനിക്ക് തോന്നുന്നു അന്ന് BJP ജനിച്ചിട്ടില്ല, അവർ ജനിക്കുന്ന 1980 അപ്പോ അന്ന് കൊണ്ടുവന്ന നിയമമാണ്. അതിനുശേഷം 2000 ഈ ഛത്തീസ്ഗഡ് രൂപീകരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ 78 ലക്ഷം പേര് 2011 കന്യാകുമാരി കണക്കെടുപ്പ് പ്രകാരം 78 ലക്ഷം പേര് ഗോത്രവർഗത്തിൽ പെടുന്നതാണ്. അവർ ഏതാണ്ട് 42 വിഭാഗങ്ങൾ ഗോത്ര, അവർ വളരെ ശക്തമായ വിഭാഗങ്ങളാണ് ഗോത്ര വിഭാഗങ്ങൾ. അവർക്കിടയിൽ തന്നെ വലിയ വിഷയങ്ങളുണ്ട്. ആദ്യം നമുക്ക് ഈ കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ഒരു സംഭവത്തിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. ഇത് ഛത്തീസ്ഗഡിലെ ഈ പറയുന്ന നാരായൺപൂരിലുള്ള അംബുജമാർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, ആ സ്ഥലത്ത് നക്സൽ ബാധിത മേഖലയാണ്. നമ്മുടെ ഇന്ത്യൻ സർക്കാർ അതീവ സെൻസിറ്റീവായുള്ള പ്രദേശമായിട്ടാണ് പറയുന്നത്. സൈന്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വരുന്നവരെയും പോകുന്നവരെയും വാച്ച് ചെയ്യാറുണ്ട്. അവിടെ നിന്ന് ഒരു ജനത്തിന് വരണമെങ്കിലോ പോകണമെങ്കിലോ ഈ നക്സലുകളുടെ അനുവാദം വേണം.
നക്സൽ അതെ. ഏരിയകളിലൊക്കെ അവർ അവരുടേതായ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചുങ്കം അവരാണ് പിരിച്ചെടുക്കുന്നത്. അവരുടെ അനുവാദം വേണം. അങ്ങനെയാണ് അമിത്ഷാ പറഞ്ഞത് 2026 മാർച്ചിന് മുമ്പ് നക്സൽ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞത്. ഇതിനോടനുബന്ധിച്ച് വരുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന്, അതായത് വളരെ ദുർഘടമാണ്, അവിടുന്ന് ഈ നക്സലുകളുടെ അനുവാദമില്ലാതെ പുറത്ത് കിടക്കാൻ പറ്റില്ല, ഒരു ജനത്തിനും പുറത്തുനിന്ന് അകത്തോട്ട് ഉം. കിടക്കാനും പറ്റില്ല. അവിടെ നിന്നാണ് ഈ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് സൈനിക് മാണ്ഡ്യ എന്ന് പറയുന്ന ഒരാള് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. അദ്ദേഹം എത്തിയ റെയിൽവേ സ്റ്റേഷന്റെ പേര് ശരിക്കും അദ്ദേഹം വളരെ ദൂരെയുള്ള ദുർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ റെയിൽവേ സ്റ്റേഷനില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ അംബുജ മാർഗിന് അടുത്ത് ഉള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ദന്തേവാഡ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അതായത് അംബുജവാഡയിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ദന്തേവാഡ. അവിടെയല്ല ഈ കുട്ടികളുമായി ഈ പറയുന്ന സൈനിക് മാണ്ഡ്യ എന്ന് പറയുന്ന വ്യക്തി എത്തിയത്. അദ്ദേഹം എത്തിയത് ഈ പറയുന്ന അംബുജ മാർഗിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള ദുർഗ് എന്ന് പറയുന്ന, അപ്പോൾ ആ സ്റ്റേഷനിൽ, ആ ജയിലിലാണ് ഇപ്പം ഇവരെ പാർപ്പിച്ചിരിക്കുന്നത്. ദുർഗ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഇവരെത്തുന്നത്. ഇവര് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. എത്തിക്കഴിയുമ്പോൾ ഇവരുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിക്കുന്നു. അപ്പൊ പറയുന്നതെല്ലാം ഞങ്ങളുടെ സിസ്റ്റർമാരുടെ കയ്യിലാണ്. ടി വന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ഇതൊക്കെ സിസ്റ്റർ. അപ്പോൾ സിസ്റ്റർമാരെത്തുന്നു. സിസ്റ്റർമാർ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ കന്യാസ്ത്രീകളാണ്, സിസ്റ്റർമാരാണ്, ഞങ്ങൾ ഈ കുട്ടികളെ ജോലിക്ക് കൊണ്ടുപോവുകയാണ്, ഞങ്ങൾ ഫാത്തിമ ആശുപത്രി ജോലിക്കാരാണ്, അവിടെ ജോലി ചെയ്യുന്നവരാണ്, അവിടെ ജോലി ചെയ്യാൻ കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, ഒരു സംസ്ഥാനത്ത് നിന്ന് വേറൊരു സംസ്ഥാനത്തേക്ക് ജോലിക്ക് ആളെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ രാജ്യത്തിനൊരു നിയമമുണ്ട്, പൊതു നിയമമാണ്. അതിനകത്ത് ഇപ്പം സിസ്റ്റർമാരെന്നോ ഇല്ലെങ്കിൽ സന്യാസിമാരെന്നോ പ്രത്യേകത ഒന്നുമില്ല. അതിനകത്ത് ഒന്നാമത്തെ നിയമം, അതിനകത്ത് ഒന്നാമത്തെ ഒരു ചോദ്യം ഉയർന്നു. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഈ പെൺകുട്ടികളെ എന്ത് ജോലിക്കാണ് കൊണ്ടുപോകുന്നത് എന്നൊരു ചോദ്യം വരും. ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നഴ്സിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്. ഇനി ക്ലീനിങ്ങിനാണ്, ഓക്കെ, അതെന്താണെന്നുള്ളത് അറിയണം. ഇനി ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ജോലിക്ക് ആളെ കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാനത്തെ അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ജോലിക്കാണല്ലോ കൊണ്ടുപോകുന്നത്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. 3, ആധാർ കാർഡ് ഉണ്ടോ? ഇല്ല, വേണ്ട. ആധാർ കാർഡ് ചിലപ്പോൾ ഈ പറയുന്ന ഈ നാരായൺപൂരിലെ ഈ അജ്മാർഗ് അംബുജ മാർഗിൽ നിന്നും ചിലപ്പോൾ എടുക്കാൻ സംവിധാനമില്ലെങ്കിൽ വേണ്ട. പകരം എഗ്രിമെന്റ് ഉണ്ടോ? വർക്ക് എഗ്രിമെന്റ് ഉണ്ടോ? അപ്പോയിന്റ്മെന്റ് ലെറ്റർ വേണ്ട. പകരം നിങ്ങൾ ജോലിക്ക് കൊണ്ടുപോകുന്ന പേപ്പർ, അതായത് അറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഏജൻസികളുണ്ട് ഈ ഭായിമാരെ മറ്റവരെ കൊണ്ടുവരികയും പോവുകയും ചെയ്യുന്നത്. അവരുടെ കയ്യിൽ ഒരു എഗ്രിമെന്റ് പേപ്പർ ഉണ്ട്. ഈ പേപ്പർ വെച്ചിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ പോലീസ് ഇവരെ പൊക്കി അകത്തിടും. അങ്ങനെ ഒരു പേപ്പർ ഉണ്ടോ? അങ്ങനെ ഒരു പേപ്പർ ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഇനി മറ്റൊരു നിയമം കൂടെ ഉണ്ട്. പ്രായപൂർത്തിയായ കുട്ടികളാണെങ്കിൽ അവരുടെ സ്വന്തം കൺസേണും, പ്രായപൂർത്തി അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കളുടെ കൺസേണും വേണം ജോലിക്കായിട്ട് പോകുന്നതെങ്കിൽ. അങ്ങനെ ഒരു നിയമമുണ്ട്. പ്രായപൂർത്തി അല്ലെങ്കിൽ വേണം, പ്രായപൂർത്തിയാണ് അവരുടെ കൺസേൺ എഗ്രിമെന്റ്. ആ സാധനം ഇവിടെ ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇത് കണക്ക് ഈ തൊഴിലിനെ കൊണ്ടുപോകുന്നതായിട്ട് സംബന്ധിച്ച് ഒരു രേഖകളും ഇവരുടെ പക്കലില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഒരു രേഖകളും ഇല്ല എന്നുള്ളതാണ്. ടിക്കറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. ടിക്കറ്റ് അല്ല. ടിക്കറ്റ് ആണെങ്കിൽ അപ്പൊ തന്നെ ജാമ്യം കൊടുക്കാനുള്ളതേ ഉള്ളൂ. പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റ് ഇല്ലാതെ എത്ര പേരെ ഒരു ദിവസം ഈ ഇന്ത്യ മഹാരാജ്യത്ത് പിടിക്കുന്നത്? അനവധി പേരെ നമ്മുടെ കേരളത്തിൽ തന്നെ പോലീസുകാരിന്ന് പിടിക്കാറുണ്ട്, അല്ലെ? അപ്പൊ തന്നെ പെറ്റി അടിച്ച് പൊക്കോളാൻ പറയും. അതാണ് ഞാൻ പറയുന്നത്. എന്തോ ഒരു വൃത്തികെട്ട അജണ്ടയാണ് ഈ മാധ്യമങ്ങൾക്കുള്ളത്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെയാണ് ഇവരെ പിടികൂടിയെന്ന് പറയുന്നത്. എന്ത് കാര്യമാണ്? പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലെങ്കിൽ ഫൈൻ അടച്ച് പോകുക എന്നുള്ളതാണ്. അല്ലാതെ അവരെ പിടിച്ച് വലിയ ജയിലിലിട്ട് മാസങ്ങളോളം ജയിലിൽ കിടത്തുകയും വിചാരണ ചെയ്യുകയും ചെയ്യാറില്ല. ഇന്ന് വെള്ളരിക്കപ്പെട്ടണമാണ് ഇത്. ഈ കേരളത്തിൽ നമ്മളടക്കം പ്ലാറ്റ്ഫോം ഇല്ലാതെ പിടിച്ചിട്ടുണ്ടല്ലോ, ഫൈൻ അടച്ചു പോകും, ഇല്ല കാലം പിടിച്ചു പോകും, അത്രേ ഉള്ളൂ. ഒരു പ്രശ്നം ഞാൻ ചോദിക്കുന്നത്, ഇത് പ്ലാറ്റ്ഫോമിനകത്ത് ഇവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാ രേഖകളും ഉണ്ടായിരുന്നു എന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഇല്ല, ഇത് കള്ളത്തരമാണ്, കാരണം BJP-യുടെ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നതാണ്, ഇവർക്ക് എല്ലാ രേഖകളും ഉണ്ടായിരുന്നതും പറയുന്നുണ്ട്. രണ്ടാമത്തെ ഇവരെ അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 3 പെൺകുട്ടികളും ഇതിൽ മതപരിവർത്തന നിരോധന നിയമം എന്തിനു കൊണ്ടുവന്നു? ഈ 3 പെൺകുട്ടികളും ക്രിസ്ത്യാനികളാണ്, കൊണ്ടുപോകുന്ന 3 പെൺകുട്ടികളും ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നു. ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്ത്യൻ മിഷണറിമാരെ നിരന്തരം പീഡിപ്പിക്കുന്ന ആൾക്കാരാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ. എന്നുള്ള 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അപ്പുറം നിൽക്കുന്ന ആൾക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ അതിലേക്ക് തന്നെ വരാം. മതപരിവർത്തന നിയമം ഈ രാജ്യത്ത് വന്നപ്പോൾ അത് ഇപ്പൊ പുതിയതായിട്ട് കുറെ സംസ്ഥാനങ്ങളിൽ വന്നു. നമ്മുടെ മുമ്പ് തിരുവനന്തപുരം അടക്കം വലിയ ഫ്ലെക്സുകളും ഹോർഡിങ്സുകളും കാണുമായിരുന്നു. ഇതാ 100 ഹിന്ദു സമൂഹം വിട്ട് 100 പേർ ഇതാ ഞങ്ങളുടെ വഴി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ ഹോർഡിങ്സ് വെച്ച് വലിയ സുവിശേഷകന്മാരൊക്കെ വന്ന് വലിയ സമ്മേളനം നടത്തുമായിരുന്നു. ഇന്ത്യ മഹാരാജ് തമിഴ്നാട്ടിലും കേരളത്തിലാണെന്ന് ഞാൻ കൂടുതൽ അറിയിലും ഉണ്ടായിരുന്നു. ഇന്ന് എവിടെയെങ്കിലും അങ്ങനെ സമ്മേളനം നടക്കുന്നത് ധനുഷ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ സംഭവം? അല്ല, അടികിട്ടുന്നുണ്ടല്ല. നിയമത്തിൽ പറയുന്നു, നിങ്ങൾ മതം മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 മാസം മുമ്പ് ജില്ലാ കളക്ടറെ ബന്ധപ്പെട്ട് ഈ മതം മാറുന്നവരുടെ ഡീറ്റെയിൽസുകൾ കൊടുക്കുക, ആ കാര്യങ്ങൾ അറിയിക്കുക, ഞങ്ങൾ എവിടെയാണ് ഈ ഫംഗ്ഷൻ നടത്തുന്നതെന്ന് അറിയിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി?
കൂട്ടത്തോട് 1000 പേര് മാറി, 500 പേര് മാറി എന്നും പറഞ്ഞിട്ട് ഒരു 2 വർഷം മുമ്പ് വരെ നമ്മൾ പലയിടത്തും കണ്ടെങ്കിൽ ഇന്നെങ്ങും ഇല്ല. എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരണ്ടേ? വേണം. പിന്നെ പറയുന്നു ഇത് ഇങ്ങനെയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചിട്ട്, ഇവർക്ക് ജാമ്യം കിട്ടിയനല്ലോ, ഇവരുടെ കയ്യിൽ ഈ ഡോക്യുമെന്റ് ഹാജരാക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ, സ്വാഭാവികമായി ഇത് കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് ചെയ്യാൻ പാടില്ലായിരുന്നോ? ഈസി ആയിട്ട് അവർക്ക് പോകാമായിരുന്നല്ലോ. ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇന്നത്തെ ഒരു പെൺകുട്ടി 164 അനുസരിച്ച് മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴിയിൽ പറയുന്നു, ഞങ്ങൾ ആഗ്ര എന്ന് പറയുന്ന സ്ഥലത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണെന്നാണ് പറഞ്ഞത്. ആഗ്ര എന്ന സ്ഥലത്തേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങളോട് പറഞ്ഞത് ഛത്തീസ്ഗഡിൽ ജോലി തരാമെന്നാണെന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നൊരു പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നു. അത് ഭീഷണിയുടെ പുറത്താണോ? മജിസ്ട്രേറ്റിന് 164 കൊടുക്കുമ്പോൾ എന്തായാലും ബജരംഗുകാർ കൂടെ കാണത്തില്ലല്ലോ. അപ്പം അത് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്തിരിക്കും. അതായത് ഇവിടെ പറയുന്ന സാധനങ്ങളല്ല ഇതിനകത്ത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് BJPയുടെ പ്രതിനിധി പോകുന്നു, MP-മാര് പോകുന്നു, മറ്റുള്ളവർ പോയിട്ട് മുക്കറയിട്ടിട്ടും ഈ കേസ് ഒന്നും നടക്കാതെ പോകുന്നതിന് കാരണം കുറെ പ്രശ്നങ്ങളുണ്ട്. ഇനി ഈ നക്സൽ ബാധിത മേഖലയിലേക്ക് ഈ സുവിശേഷത്തിന്റെയും മറ്റും മറവിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വലിയ രീതിയിലുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നുള്ള ആരോപണം നേരത്തെ മുതൽ നിലനിൽക്കുന്നതാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇവരുടെ മെസ്സഞ്ചറുമായിട്ടൊക്കെ ഈ പോകുന്നത്, ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവരൊരുക്കി കൊടുക്കും, ഇങ്ങനെയുള്ളിടത്ത് ചെല്ലാനും ഇല്ലെങ്കിൽ പ്രാർത്ഥന നടത്താനും ഒക്കെ. പകരം അവർക്ക് ഇങ്ങനെയുള്ള ഹെൽപ്പുകൾ കൊടുക്കുന്നുണ്ടെന്നൊരു ആരോപണം. ഇത് ആരോപണമാണ്. ആരോപണം നിലനിൽക്കുന്ന സ്ഥലമാണ് ഇത്. അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അതാണ് ഇതിന്റെ മറ്റൊരു ത്രെഡും ലിങ്കും ഇതിന്റെ വരുന്നത്, സംശയത്തിന്റെ മറ്റൊരു മുന വരുന്നത്. അത് മറ്റൊരു സൈഡാണിത്. പക്ഷെ ഇവിടെ ഈ മതം മാറ്റത്തിനെതിരെ വരുന്ന ബജരംഗുകൾ അല്ല ഇവിടെ പ്രശ്നം. വലിയ വിഷയം ഇനി ഈ ജൂലൈ മാസത്തിൽ അവിടെ ഒരു സംഭവത്തെ കുറിച്ചുകൂടെ ഞാൻ പറയാം. അപ്പോഴാണ് ഇതിന്റെ ഈ BJP ആണോ അതോ ഗോത്രവർഗങ്ങളാണോ ഈ പ്രശ്നമെന്ന് പറഞ്ഞുതരാം. അവിടെ കാംഗർ എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്, കാംഗർ ജില്ല. ആ കാംഗർ ജില്ലയിലെ ജങ്കാവ എന്ന് പറയുന്ന ഗാവ് എന്ന് പറഞ്ഞ ഗ്രാമം എന്നാണ് ഹിന്ദിയിൽ. ജങ്കാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ സോംലാൽ റാത്തോഡ് എന്ന് പറയുന്ന ഒരു ഗോത്രവർഗത്തിൽപ്പെടുന്ന വ്യക്തി, അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു. സോംലാൽ റാത്തോഡ് ക്രിസ്തുമതം സ്വീകരിച്ചു. അദ്ദേഹം മരണപ്പെട്ടു. കഴിഞ്ഞ മാസമാണ്, ഈ ജൂലൈ മാസമാണ് മരണപ്പെടുന്നത്. അയാളെ ദഹിപ്പിക്കാനായിട്ട്, അയാളുടെ ശരീരമറവ് ചെയ്യാനായിട്ട് ഈ ക്രിസ്ത്യൻ വിഭാഗക്കാരെല്ലാം കൂടെ വരികയും ഈ ഗോത്രവർഗങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ശ്മശാനത്തിൽ ഇദ്ദേഹത്തെ ക്രിസ്തീയ ആചാരപ്രകാരം സംസ്കരിക്കുകയും ചെയ്തു. ഞാൻ ചോദിച്ചോട്ടെ, സ്വാഭാവികമായി പ്രതികരണം ഉണ്ടാകില്ലേ? കാരണം ഈ ഗോത്രവർഗങ്ങളുടെ ദേവപ്രത എന്ന് പറയുന്ന ചടങ്ങാണ് അവരുടെ സംസ്കാരത്തിലുള്ളത്. അത് അവരുടെ ആചാരപ്രകാരമാണ്. അവരുടെ ശ്മശാനത്ത് അവിടെ ഈളെ കൊണ്ടുവന്നിട്ട് ക്രിസ്തീയ ആചാരപ്രകാരം സംസ്കരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകില്ലേ? ഇവിടുത്തെ ഒരു പള്ളിയിൽ ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനി നാളെ ഹിന്ദുവുമായിട്ട് മാറുന്നു. അത് കഴിഞ്ഞിട്ട് അയാൾ മരിക്കുമ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാം കൂടെ ചെന്നിട്ട് നമ്മൾ അവരുടെ പള്ളിയിൽ പോയിട്ട് സെമിത്തേരിയിൽ ഈ ഇള വെച്ച് വിറകും കത്തിച്ച് നമ്മുടെ ഈ പറയുന്ന ചടങ്ങുകൾ കുടമൊക്കെ നമ്മൾ തുറത്ത് വെച്ച് ആ ഒരു മരണാന്തര ചടങ്ങ് നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇനി പോട്ടെ, നമ്മൾ മുസ്ലിങ്ങളുടെ കബറിടത്തിൽ ചെന്നിട്ട്, ഇനി ഞാൻ വേറൊരു സംഭവം കൂടെ പറയാം. ജമ്മു കാശ്മീരിൽ കുറച്ചു നാൾക്ക് മുമ്പ് നമ്മൾ ഇവിടുത്തെ വാർത്തയാണ്, ഈ ഷിയ മുസ്ലിമായ ഒരു വ്യക്തി മരിച്ചു. അയാളുടെ ശവവും കൊണ്ട് സുന്നികൾ, അതൊരു പൊതു ശ്മശാനമാണ്, സെപ്പറേറ്റ് കൊടുത്തല്ല, ആ പൊതു ശ്മശാനത്ത് ചെന്നു അയാളെ സംസ്കരിക്കാനായിട്ട്. പൊതു ശ്മശാനത്ത് ചെന്നപ്പോൾ അവിടെ സുന്നികൾ ഇവരെ എറിഞ്ഞോടിച്ചു. എന്താണ് കാരണം എന്ന് വെച്ചാൽ സുന്നികൾക്ക് മാത്രമുള്ള ശ്മശാനമാണ്. അവിടെ ഷിയക്കാരന്റെ, അത് സുന്നികൾക്ക് മാത്രമുള്ള ശ്മശാനമാണ്, ഷിയക്കാരന്റെ ബോഡി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് എറിഞ്ഞോടിച്ചത്. അത് പൊതു ശ്മശാനമാണെന്ന് കൂടെ ഓർക്കണം. ഇത് പൊതു ശ്മശാനമല്ല, ഈ ഗോത്രവർഗ വിഭാഗങ്ങളുടെ ശ്മശാനത്തിലാണ് ഇത് ചെയ്തത്. ഇതിൽ ക്രിസ്ത്യാനിയാണെന്നുണ്ടെങ്കിൽ ഈ പള്ളിയിൽ തന്നെ ചെയ്തുകൂടായിരുന്നു, ഇല്ലെങ്കിൽ അവിടെ അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ അനവധി പള്ളികളാണ് അവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്, കൺവേർഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ ആരും ജനിക്കുമ്പോൾ തന്നെ ക്രിസ്ത്യാനി ആകുന്നില്ല. ഇല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസമൊക്കെ കുറവുള്ള ഈ ഊരിലുള്ളവരെ ഒരു ദിവസം ഒരു സഭ ഇപ്പം എന്താണ് പറയുന്നത്, അവിടെ ചെന്നിട്ട് സുവിശേഷമൊക്കെ വായിച്ചേക്കും. എന്നാൽ നാളെ മുതൽ ഈ ഗോത്രവർഗം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം പോലെയല്ല, ഹിന്ദുമതത്തെക്കാളും കുറച്ചുകൂടി വലിയ ആചാരങ്ങളും കാര്യങ്ങളും ഉള്ളിടത്താണ്. അതുകൊണ്ടാണ് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇവർ പേരിലും നാളിലും ഒക്കെ ക്രിസ്ത്യാനി ആക്കിയെങ്കിലും ഇപ്പോഴും അവരുടെ ആചാരത്തിൽ കടന്നു കയറാൻ കഴിയാത്തതിന്റെ പ്രശ്നം അതാണ്. വിവാഹം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാത്തടത്താണ് ഇവർ കടന്നു കയറുന്നത്. ഇവർ മാത്രമല്ല, ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളും ഈ ജാർഖണ്ഡിലൊക്കെ കടന്നു കയറി ഒരുപാട് മതപരിവർത്തനം നടത്തുന്നുണ്ട്. അവർ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ ഈ റോഹിംഗ്യ മുസ്ലിങ്ങളെ മറ്റും കൂടെ കടത്തി വിട്ടിട്ട് ഈ ആദിവാസി പെൺകുട്ടികളെ മറ്റും ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ട് അവരുടെ സ്ഥലം കയ്യേറി അവിടുത്തെ പെർമനന്റ് ആകുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിപ്പോ പിടിച്ചു വരുന്നുണ്ട്. ഇതാണ് അതിന്റെ കാര്യം. ഇനി 2013 2025 വരെ അനവധി കേസുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മാസമാണ്
ഒരു വിദേശിയായിട്ടുള്ള മിഷണറിയെ മഹാരാഷ്ട്രയിൽ അറസ്റ്റ് ചെയ്തത്. ഇനി അയാൾക്കും ഇങ്ങനെയുള്ള ലോബികളുമായി ബന്ധമുണ്ട് എന്ന് കരുതിയിട്ട് തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഈ കേസ് NIA കോടതിയിലേക്ക് പോയിരിക്കുന്നു. അതിനർത്ഥം NIA അന്വേഷിക്കുന്നു എന്നല്ല, NIA കോടതിയിലേക്ക് പോയിരിക്കുന്നു. കാരണം മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ളത് വരുമ്പോൾ സ്വാഭാവികമായി UAPയുടെ ഒക്കെ വകുപ്പ് വരുമായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടായിരിക്കണം ആ കോടതിയിൽ അങ്ങനെ പോയിരിക്കുന്നത്. ഇനി ഈ ബസ്തർ, രാജ്നന്ദ്ഗാവ്, ഇവിടെ എല്ലാം നക്സൽ ബാധിത മേഖലകളുമാണ്. സർക്കാർ സംവിധാനങ്ങൾക്ക് കടന്നു ചെല്ലാൻ പ്രയാസമുള്ള മേഖലകളാണ്. ഇപ്പൊ ബസ്തർ ഇപ്പൊ ഏതാണ്ടൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് നക്സലുടെ കോഴി. അപ്പൊ അവിടെ ഇവർ യഥേഷ്ടം പോകുന്നതിനെ കുറിച്ച് നേരത്തെ തന്നെ ആരോപണം വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ പോകുന്നുണ്ട്, ഇവരങ്ങനെ പോയവരാണെന്നല്ല പറയുന്നത്. ഇങ്ങനെയുള്ള സുവിശേഷ ഗ്രൂപ്പുകളാണ് ഇവർക്ക് സഹായം ചെയ്ത് കൊടുക്കുക, പകരം ഇവർക്ക് അവിടെ അകത്ത് കയറാനുള്ള അനുമതി കൊടുക്കുക. ഇങ്ങനെ വരുന്നുണ്ട്. ഇതാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിൽക്കുന്നു. ഇതൊരു വലിയ സാധനമാണ്. ഈ സാധനം ഈ പറയുന്നത് പോലെയല്ല. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ കിടന്ന് തുള്ളിയിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ കിടന്ന് തുള്ളിയാലൊന്നും അവിടെ ഇന്നിപ്പോ എന്താണ് ലോക്സഭയൊക്കെ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ MP-മാര് അവിടെ പ്രമേയം അവതരിപ്പിക്കണം ഒരു നാടകം കളിച്ച്, പൊറോട്ട നാടകം. എന്തേ ആ പ്രതിപക്ഷത്തുള്ള MP-മാര് ഒന്നും രണ്ടും അല്ലല്ലോ ഉള്ളത്. എന്നിട്ട് വേറെ ഏതെങ്കിലും MP-മാർ ഇവിടെ കൂടെ കൂടിയായിരുന്നോ? നമ്മളാരും കണ്ടില്ല. ഇവര് മാത്രമാണ് ബഹളം വെച്ചത്. എന്താണ് അവർ കൂടാത്തത്? അവർക്ക് തലയ്ക്ക് മൂളയൊന്നുമില്ലേ? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമാണെങ്കിൽ അത് ചർച്ചയ്ക്ക് എടുക്കുന്നതല്ലേ? പിന്നെ ഇവരുടെ നമ്മൾ അറിയാൻ കഴിഞ്ഞവരെ ഇവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആരും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അവിടെ എത്തിയിരുന്നില്ല ഇവരുടെ ജാമ്യവുമായി ബന്ധപ്പെട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി അത് അറിയില്ല, അത് തിരക്കേണ്ട കാര്യമാണ്. ഇനി ഞാനൊരു കാര്യം കൂടെ ചോദിക്കുന്നു. ഇവർ പറയുന്നത് പാവപ്പെട്ട ഹിന്ദു സഹോദരി സഹോദരന്മാരെ ഞങ്ങൾ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനാണെന്നാണ്. ഇവർ ചേർത്തല കണ്ട ആസ്ഥാനമായിട്ടൊരു സന്യാസ സഭയാണെന്നാണ്. അവരോട് എനിക്ക് ചോദിക്കാനുള്ള, ചേർത്തല തന്നെ അനവധി പേര് സ്വന്തം സമുദായത്തിൽ ഒരു പണിയും കിട്ടാതെ പെൺകുട്ടികൾ ഇതിപ്പോണ്ട്. അവർക്ക് ആർക്കെങ്കിലും ഒരു ജോലി കൊടുത്തൂടെ? അവരെ പഠിപ്പിച്ചൂടെ? അവർക്ക് സഹായം ചെയ്ത് കൊടുത്തൂടെ? പറ്റില്ല. ഇനി നിങ്ങൾ ഇത് ഇന്ത്യയിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനവിഭാഗം മുസ്ലിംസ് ആണ്, നോർത്ത് ഇന്ത്യയിലടക്കം. അവർക്കൊരു ഹെൽപ്പ് ചെയ്തുകൂടെ? എന്തേ അവിടെ പോകാത്തത്? അവർക്കൊരു ജോലി കൊടുക്കാത്ത എന്തേ? ചോദ്യമല്ലേ? ഹിന്ദുക്കളെ മാത്രം ഉദ്ധരിച്ചാൽ പോരല്ലോ, എല്ലാവരും ചെയ്യണ്ടേ? ഇനി ഈ ഇന്ത്യ മഹാരാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ മിഷണറിക്കാർ വരുമ്പോഴത്തേനും ബംഗ്ലാദേശ് എന്നുള്ള രാജ്യം ഇന്ത്യയുടെ അടുത്ത് കിടപ്പുണ്ട്. ഇന്ത്യയേക്കാൾ വലിയ ദരിദ്രമായ രാജ്യമാണ്. അവിടെ എവിടെയെങ്കിലും മിഷണറി പ്രവർത്തനം നടത്തുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യ അവിടുത്തെ ദരിദ്രരെ ശുശ്രൂഷിക്കണ്ടേ? അവിടുത്തെ ദരിദ്രരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരണ്ടേ? ഇനി സ്വന്തം സമുദായത്തിനിടയ്ക്ക് തന്നെ പല വിഭാഗങ്ങളുണ്ടല്ലോ, അവരെ ഏകീകരിച്ച് സ്വന്തം ഇരിപ്പിടത്തിൽ ഇരുത്തിക്കൂടെ? തന്റെ പെൺമക്കളെ കെട്ടിച്ചു കൊടുത്തൂടെ? ഇനി ഇവര് അധികമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ ഈ ലോകത്ത്, വിവിധ രാജ്യങ്ങൾ, അതൊക്കെ ഇപ്പൊ മുസ്ലിംസ് കൈയേറിയിട്ട് മുസ്ലിം രാജ്യമാക്കി കൺവെർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ പ്രതിഷേധിക്കണ്ടേ? ഇല്ല. അപ്പൊ ഇന്ത്യയില് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് കരുതി അത് വെച്ചിട്ട് ഈ കിടന്ന് പിടിക്കുമ്പം ഇരവാദം മുഴക്കിയിട്ട് കാര്യം. ഇത് തന്നെയാണ് അവരും ചെയ്യുന്ന പണി. ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്ന പണിയും അത് തന്നെയാണ്, ഇരവാദം മുഴക്കുക എന്നുള്ളത്. പിന്നെ കേരളത്തിലെ BJPയുടെ കാര്യത്തിൽ ഞാനൊന്നും പറഞ്ഞില്ല. അവർ രാഷ്ട്രീയ പാർട്ടികളാണ്. CPM കോൺഗ്രസും ഒക്കെ രാഷ്ട്രീയ പാർട്ടികളാണ്. സ്വാഭാവികമായി അവരിത് മുതലെടുക്കാൻ ശ്രമിക്കും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. BJPയെ സംബന്ധിച്ച് അവർക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യങ്ങളും അജണ്ടകളൊക്കെ കൃത്യമാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് അവർക്ക് കാലെവിടെ കുത്തണമെന്നറിയില്ല. അതിന്റെ ഒരു പ്രശ്നം അവർക്കുണ്ട്. അതായത് ഹിന്ദുവിൽ കുത്തണോ, ക്രിസ്ത്യാനി കുത്തണോ, മുസ്ലിമിൽ കുത്തണോ എന്നുള്ളത് കാലിങ്ങനെ ആടി നിൽക്കുന്ന ഒരു സമയമാണ്. എവിടെ കൃത്യമായി കുത്തണമെന്ന് അറിയാത്തതാണ് അവരുടെ പ്രശ്നം. അത് പൊളിറ്റിക്കൽ, നമുക്ക് അതിനകത്ത് പോകേണ്ട കാര്യമില്ല. കാരണം രാഷ്ട്രീയമായിട്ട് നമുക്ക് ബന്ധങ്ങളൊന്നുമില്ല. ഇനി ചൈനയിലെ സുവിശേഷം കൂടെ നമുക്കൊന്ന് അറിയണ്ടേ എങ്ങനെ ഉണ്ടെന്ന്. ചൈനയാണല്ലോ, ചൈന എങ്ങനെയും ഇന്ത്യ അടിക്കണം, ഇന്ത്യ തകരണമെന്നാണല്ലോ ഇവിടെ പലരുടെ ആഗ്രഹം. ആ ചൈനയുടെ സുവിശേഷം കൂടെ നമുക്കൊന്ന് കേൾക്കാം. അതിന്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് കറക്റ്റ് ചെയ്തിരുന്നു. ചൈനയിൽ എന്താണ് സാധാരണഗതിയിൽ ഈ സുവിശേഷക്കാർക്ക് ഉണ്ടാകുന്നതെന്ന്. ഈ ചൈനയില് ഇതുവരെ 2013 തൊട്ട് 2025 വരെ 15ഓളം ക്രിസ്ത്യൻ പള്ളികൾ അവർ തകർത്തു, ഇവിടെ വേണ്ടെന്നും പറഞ്ഞിട്ട്. ഇനി മറ്റൊന്ന്, അൻഹുയി എന്ന് പറയുന്ന ചൈനയുടെ പ്രവിശ്യയില് അവിടുത്തെ പാസ്റ്റർ ആയ ഷാവോ ഹോങ്ലിയാനെ അടക്കം അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. 2024 ജനുവരി മുതൽ പള്ളികൾ നടത്തുന്ന സ്കൂളുകൾക്കും ചൈനീസ് സർക്കാർ ഒരു നിർദ്ദേശം കൊടുത്തു. അതായത് നിങ്ങളുടെ ഭക്തിഗാനവും കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട, സോഷ്യലിസം പഠിപ്പിക്കണം, ചൈനയുടെ ചരിത്രം പഠിപ്പിക്കണം, ദേശസ്നേഹം പഠിപ്പിക്കണം, ഇത് മാത്രം മതി എന്നാണ്. ഇനി ഹെനാൻ പ്രവിശ്യയിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 18 വയസ്സിന് താഴെയുള്ള ഒരാൾ പോലും പള്ളിയിൽ പോകാനോ ഇത് കണക്കുള്ള പ്രവർത്തനങ്ങളോ ഏർപ്പെടാൻ പാടില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ അവരുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നു 12,000 ക്രിസ്ത്യാനികളെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, 1000 പേരെ ശിക്ഷിച്ചു എന്ന് പറയുന്നു. ഇനി ചർച്ച് ഓഫ് ഗോഡ്, അൾമൈറ്റി ഗോഡ്, ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉള്ളവരവര്, ചർച്ച് ഓഫ് അൾമൈറ്റി ഗോഡ്, അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു, സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു 19,053 പേരെ അറസ്റ്റിലായി ചൈനയില്, 2,175 പേരെ ശിക്ഷിച്ചു, 9,762 പേരെ ക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ അവിടുത്തെ പാസ്റ്റർമാരെ രാൻജിങ് ഷാ, ഷുജിയാൻ തുടങ്ങിയ പ്രവിശ്യകളിലെല്ലാം തന്നെ പള്ളികളടക്കം പൂട്ടി. സ്വാതന്ത്ര്യമില്ല അവിടെ അവർ പറയുന്നത് വേണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഇവിടൊക്കെ പാവങ്ങളില്ലേ? അതോ എല്ലാം തികഞ്ഞവരാണോ?
UK ഇപ്പൊ പറയുന്നത് ഒരു ഇസ്ലാമിക രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ പ്രതിഷേധമില്ലേ? പാവങ്ങളില്ലേ? അപ്പം ഈ പാവങ്ങളെ രക്ഷിക്കാനാണെന്ന് പറയുമ്പോൾ സ്വന്തം സമുദായത്തിലുള്ള പാവങ്ങളെ ആദ്യം ഉദ്ധരിക്കുക. അതല്ല അത് വേണ്ടത്. അതാണ് അത് ചെയ്യുന്നില്ല. എന്നാൽ ഹിന്ദുക്കളെ ഒഴിച്ച് ബാക്കിയുള്ളവരെ, അപ്പൊ എന്താണ് ഹിന്ദു എന്ന് പറയുമ്പോൾ അത് ചോദിക്കാനും പറയാനും ആരുമില്ല. പ്രത്യേകിച്ച് ഈ പിന്നാക്ക വിഭാഗങ്ങളിലൊക്കെ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ പ്രലോഭിച്ച് കൊണ്ടുപോകാം എന്ന് ബജരംഗതകളോ ഏതെങ്കിലും ഹിന്ദു സംഘടനകളോ ആരോപിച്ചാൽ അവരെയും തെറ്റു പറയാൻ കഴിയില്ല. അവരും ഈ ചോദ്യങ്ങൾ ചോദിക്കില്ലേ? എന്താടാ ഞങ്ങളുടെക്ക് മാത്രമേ നിങ്ങൾക്ക് ഈ ദരിദ്രന്മാരെ മാറ്റേണ്ട ഇത് വരത്തുള്ളൂ എന്ന് അവര് ചോദിച്ചില്ല. ഇവരെന്ത് മറുപടി കൊടുക്കും? പിന്നെ ഈ നക്സൽ മേഖലയിൽ നിന്ന് ഇനി അടുത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നക്സലുകളുടെ അനുവാദമില്ലാതെ അകത്തോട്ടും പുറത്തോട്ടും പോകാതെ സൈന്യത്തിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു ഭാഗത്തുനിന്ന് ഇത്രയും പെൺകുട്ടികളെ എങ്ങനെ വന്നു ചോദിക്കണ്ടേ? നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സർക്കാരിന് പോലും കടന്നു പോകാൻ കഴിയാത്ത ഈ പ്രദേശം, സൈന്യത്തിന് പോലും ദുഷ്കരമായി കടന്നു പോകാൻ കഴിയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഈ പെൺകുട്ടികളെ കൊണ്ടുവരുന്നത്. ഇതെങ്ങനെ സാധിച്ചു ഇവരെ കൊണ്ട്? അത് എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നത്. അല്ല, അത് ചോദ്യം ചെയ്യേണ്ടതല്ലേ? കാരണം നക്സലുടെ അനുവാദം ഇല്ലാതെ വേറെ ആർക്കും പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിലും നമ്മുടെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഈ പറയുന്ന ബസ്തറിലൊക്കെ പോയി ലൈവ് ചെയ്തതാണ്. എന്തുകൊണ്ട് അവിടെ പോകാൻ പറ്റാത്തത്? നക്സലുകാരെ പൊക്കിയെടുത്തുകൊണ്ട് അകത്ത് പോകും. അതാണ് അവിടെ നടക്കത്തില്ല. അപ്പൊ അവിടെ അതുപോലും നടക്കാത്തൊരു സ്ഥലത്ത് എങ്ങനെ ഇവര് വന്നു? ഒന്ന്. പിന്നെ അതിനടുത്തുള്ള ദന്തേവാടെ പോയില്ല. 200 കിലോമീറ്റർ ഇപ്പോഴുള്ള ഈ ദുർഗ് സ്റ്റേഷനിലേക്ക് എന്തിനു വന്നു? ചോദിക്കണ്ടേ? രേഖകൾ എന്തെങ്കിലും ഉണ്ടോ? ചോദിക്കണ്ടേ? വാഗൊണ്ട് പറഞ്ഞാൽ വല്ല നിയമമാകുമോ? ഇനി നാളെ ഞാൻ ഈ കേരളത്തിൽ നിന്ന് ഒരു 4-5 പെമ്പിള്ളാരെയും കൊണ്ട് പോകുന്നു, റെയിൽവേ പോലീസ് എന്നെ പിടിക്കുന്നു, എവിടെ പോകുന്നു? ഒന്നെങ്കിൽ അതെന്റെ ഭാര്യയോ അതിനകത്ത് ആരെങ്കിലും എന്റെ ബന്ധുക്കളോ ഒക്കെ ആയിരിക്കണം. എന്നിട്ട് അല്ലെങ്കിൽ അവർ ചോദിക്കും നിങ്ങൾ എവിടെ പോകുന്നു ഈ കുട്ടികളെ കൊണ്ട് എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ ഒരു രേഖയുമില്ല, ആധാറില്ല, പാസ്പോർട്ടിൽ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇവരെ ഞാൻ ജോലിക്ക് കൊണ്ടുപോകുന്നു, അതിനുള്ള എന്തെങ്കിലും പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒന്നുമില്ല. സ്വാഭാവികമായി കേരള പോലീസ് എന്ത് ചെയ്യും? വരൂ സ്റ്റേഷനിലേക്ക് വാന്ന് പറയും. കേരളത്തിലായതുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ ബാക്കിയുള്ളവരെയോ ഇല്ലെങ്കിൽ നമ്മുടെ അഡ്വക്കേറ്റിനെയോ ഇല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ വിളിച്ച് അറിയിച്ച് നമുക്ക് ജാമ്യം തന്നു വിടും. അല്ലെ? ജാമ്യം പരമായ കേസാണ്, ജാമ്യം തന്നു. വേറൊരു സംസ്ഥാനത്തു നിന്ന് ഞാൻ കുറച്ചുപേരെ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിനും നിയമമുണ്ട്. അവിടെ രജിസ്റ്റർ ചെയ്യണം, അവിടെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഒളിച്ചോടി ഇവിടെ വന്നു കഴിഞ്ഞാലും പിന്നെ ഇവിടെങ്കിലും രജിസ്റ്റർ ചെയ്യാമല്ലോ നമുക്ക്. കല്യാണം അല്ലല്ലോ ഇത്, അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിൽക്കുന്നു. ഇത് സിമ്പിൾ ആയ ഒരു കേസാണ്, വെറും ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ പേരുള്ള ഒരു കേസാണ് എങ്കിൽ എന്തുകൊണ്ട് ജാമ്യം കിട്ടിയില്ല? എന്തുകൊണ്ട് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവർക്ക് ജാമ്യം കിട്ടില്ല? സിമ്പിൾ അല്ലേ സാധനം? അപ്പൊ അതല്ലല്ലോ സംഭവം. ഇപ്പൊ പറയുന്നു ഇത് ഇതെന്താന്ന് വെച്ചാൽ അവിടുത്തെ പ്രതിപക്ഷം പോലും, അവിടുത്തെ ശക്തമാണ് കോൺഗ്രസ്, അവിടെ നിസാരമല്ല കോൺഗ്രസ്. BJP വളരെ കഷ്ടിമുട്ടി ജയിച്ച സംസ്ഥാനം ഇപ്പം. അവിടെ അവർക്കത് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിവിടെ ആരുടെയും ഭാഗം സംസാരിക്കുകയല്ല, ബജരംഗളിനെ ന്യായീകരിക്കുകയോ ഇല്ലെങ്കിൽ മറ്റവരെ കുറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. കോടതി തീരുമാനിക്കട്ടെ, കോടതിക്ക് വിട്. പിന്നെ ഈ കേരളത്തിൽ കിടന്നുള്ള പിത്തലാട്ടം നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. മണിപ്പൂർ കേസിൽ എന്തുമാത്രം തുള്ളലാ തുള്ളിയത്. ഇപ്പം BJP താഴെപ്പം ദേശീയ തലത്തിൽ ജനം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഒറ്റ വാർത്ത നാഷണൽ ന്യൂസുകളിൽ ഇല്ല. ഈ ഛത്തീസ്ഗഡ് സംഭവം ഞാൻ കഴിഞ്ഞ സുരേഷ് ഗോപി ജയിച്ചതോടുകൂടി മണിപ്പൂർ അവസാനിച്ചു. അതാണ് എനിക്ക് അത്ഭുതം. ഇനിയിപ്പോ അത് പറയത്തില്ല. ഇപ്പൊ മണിപ്പൂരില്ല, അടുത്ത തെരഞ്ഞെടുപ്പ് വന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഞാൻ ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഛത്തീസ്ഗഡിന്റെ കാര്യം നാഷണൽ ചാനൽസിലൊക്കെ നോക്കുന്നുണ്ട്. ഒരിടത്ത് പോലും ഇല്ല. കേരളത്തിൽ നടക്കുന്ന അതിനെ കുറിച്ചുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്, നല്ല ഒന്നുമില്ല. ഈ കാര്യങ്ങൾ അറിയണം. കാര്യങ്ങൾ അറിയാതെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്താണ് അവിടെ സംഭവിച്ചത്. ചുമ്മാ ക്രിസ്ത്യാനി എന്ന് കേൾക്കുമ്പോഴോ മുസ്ലിം എന്ന് കേൾക്കുമ്പോഴോ ഹിന്ദു എന്ന് കേൾക്കുമ്പോഴോ നേരെ എടുത്ത് വാളെടുത്തുകൊണ്ട് ഇറങ്ങരുത്. പകരം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കേൾക്കുക. ഈ അവസ്ഥ കന്യാസ്ത്രീ പോട്ടെ, നമ്മളാണ് ഒരു വ്യക്തി, ഞാനാണ് ഒരു വ്യക്തി, ഇല്ല നിങ്ങളാണ് ഒരു വ്യക്തിയെങ്കിൽ നിങ്ങൾ ഇത് കണക്ക് ഉത്തരാഖണ്ഡിൽ നിന്നോ UP നിന്നോ 2 പെമ്പിള്ളാരെയും 3 പെൺകുട്ടികളെ കൊണ്ട് വരുന്നു, സംശയാസ്പദമായി റെയിൽവേ പോലീസ് ചോദിക്കുന്നു, പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോട്ടെ നമുക്കത് അപ്പം തന്നെ എടുക്കാം, ഇല്ലെങ്കിൽ ജാമ്യം പിഴത്തുക കെട്ടിവെക്കാം, ബാക്കി ഒരു രേഖകളുമില്ല, എവിടെ കൊണ്ടുപോകുന്നു, ഞാൻ ജോലിക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണ്? ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ രീതിയിൽ മുമ്പ് ഞാൻ പറഞ്ഞു ഇവരെ അതായത് കുറച്ചു പേര് ഇത് മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നുണ്ട്. അതായത് ഇതിനകത്ത് ഒരു വലിയ വിഭാഗം മാധ്യമങ്ങളുണ്ട്. ചില ഒരു യൂട്യൂബ് ചാനലുകാരൻ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് ട്രംപ് കയറി, ഇനി ഇവിടെ നമ്മുടെ ദൈവരാജ്യം വരാൻ അധികം സമയമില്ല ഇന്ത്യയിൽ. കാരണം മോദി ഇപ്പോഴേ വിറച്ചു തുടങ്ങി. നമ്മുടെ മ്യാൻമാറിന്റെ കുറച്ച് ഭാഗം ബംഗ്ലാദേശിന്റെ മണിപ്പൂരിന്റെ ഒക്കെ ചേർത്ത് വരുമെന്ന്. ഈ രാജ്യത്ത് ഒരു കുന്തവും വരില്ല. കാരണം ഈ രാജ്യത്ത് വലിയ മനസ്സ് ഇത് കണക്കുള്ള സഹായങ്ങളൊക്കെ ചെയ്യാൻ അവർക്കുണ്ടെങ്കിൽ അതിനെ തടയിടാനും പണ്ടും കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്, ഇനി കഴിയുകയും ചെയ്യും.
ബജരംഗുകളൊക്കെ ഈ അടുത്ത് വന്ന പ്രസ്ഥാനമല്ലേ? എനിക്ക് തോന്നുന്നത് ഈ മറ്റേ രാമജന്മഭൂമി ആ ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഘടനയാണത്. വിശ്വ വിഷയത്തിന്റെ ഒരു സംഘടനയാണ്. അതിനു മുമ്പ് അതില്ലായിരുന്നല്ലോ, എന്നിട്ട് ചെയ്യാൻ പറ്റിയോ? ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് നല്ലത് തന്നെ, ആ വിദ്യാഭ്യാസം കൊണ്ട് തന്നെ പ്രാഥമിക ലക്ഷ്യം ആ വിദ്യാഭ്യാസം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതായിരുന്നില്ല. പകരം ഇന്ത്യയുടെ ഭാഷയും സംസ്കാരം നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടൊന്നും ബ്രിട്ടീഷുകാർ 200 വർഷം ഭരിച്ചില്ലേ, ഡച്ചുകാര്, പോർട്ടുഗീസുകാര്. ആ സമയത്താണല്ലോ ഈ മിഷണറികളൊക്കെ വന്നത് ഇവിടെ. എന്നിട്ട് ഇവിടെ സ്വീകരണം നൽകി. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു? 800 വർഷം മുഗളന്മാർ വന്നു. അവന്മാരെന്താ ചെയ്തത്? അവന്മാർ കുറച്ചുകൂടെ വേറെ വെറൈറ്റി ആയിരുന്നു. ക്ഷേത്രങ്ങൾ തകർത്തു, സംസ്കാരം തകർത്തു, കൊന്നു, ബലം പ്രയോഗിച്ച് മതം മാറ്റി. എന്നിട്ട് ഇവിടെ ഇസ്ലാമിക രാജ്യമായോ? ഇല്ല. അതുകൊണ്ട് പറയാനുള്ളത്, അവശേഷിക്കുന്ന കുറെ തുരുത്തുകൾ ആഫ്രിക്കയിലൊക്കെ കുഞ്ഞു രാജ്യങ്ങളുണ്ട്, ഈ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള രാജ്യങ്ങൾ. അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി നിൽക്കുക, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, പോരാടുക. ആ രാജ്യം ഇല്ലെങ്കിൽ വീണ്ടും പോവും. ലെബനൻ കണ്ടോ? ക്രിസ്ത്യൻ ഹിസ്ബുള്ളയാണ് കയറി രാജ്യങ്ങളുടെയൊക്കെ മേയുന്നത്. അതെ 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 ക്രിസ്ത്യൻ രാജ്യങ്ങളുടെയൊക്കെ ഗതി പരമദയനീയമാണ് കേട്ടോ. നമ്മുടെ ഈ പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവിടെ എല്ലാം ഇസ്ലാമികവൽക്കരിച്ചുകൊണ്ടിരിക്കുക ഈ ക്രിസ്ത്യാനികളെ പിടിച്ച്. അവിടോട്ട് ചെല്ലില്ല, അവിടോട്ട് ചെന്ന് അല്ല കഴിഞ്ഞാൽ ധനുഷ്, ഇത് നമ്മളെ അങ്ങനെയല്ല. പേടിയാണ്. ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ പറയണം. ഇത് എല്ലാ ക്രിസ്ത്യാനികളും ഇല്ല ഇതില്. ഇതിനകത്ത് ബഹുഭൂരിപക്ഷം വരുന്നത് നല്ല സഭകളും നല്ല ക്രിസ്ത്യാനികളുമായിട്ടൊരു വലിയ വിഭാഗമുണ്ട്. ഇതിനകത്ത് പോകുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ ഈ ജീസസിന്റെ വഴിയേലാണ്, ജീസസ് കുരിശിൽ മരണം വരിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് മരിക്കാൻ ഭയമില്ല. പിന്നെ എന്തിനാണ് ഈ തല്ല് കിട്ടുമ്പോഴൊക്കെ പേടിക്കുന്നത്? ഈ ഞാൻ പറഞ്ഞില്ല, ഡെഡ് ബോഡി കുഴിച്ചിടാൻ പോയിട്ട് അവിടെ ഒരു അടി അവിടെ അടി നടന്നു ഭയങ്കരമായിട്ട്. എന്നിട്ട് അതും കൂടെ അത് ഞാൻ പറയാൻ വിട്ടുപോയി. അവിടെ നടന്ന സംഘർഷത്തിന്റെ വീഡിയോ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ വ്യാപിക്കുക, ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ ആക്രമണം, അവരുടെ പള്ളി തകർത്തു. സംഭവം എന്താണെന്നാണ് ഞാൻ തിരക്കിയപ്പോഴാണ് ഈ മനസ്സിലാകുന്നത്, ഏതാണ് ഞാൻ ആ പറഞ്ഞ ഒരു ഗോത്രവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഒരാള് അവിടെ മരിക്കുന്നു. അയാൾ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചാണ്. ആ കഥ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ആ ഒരു സംഭവമാണത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതേ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്, നമ്മുടെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ പോകുന്നത്. അതായത് ആടിനെ പട്ടിയാക്കരുത്. കുറച്ചൊക്കെ കാര്യങ്ങളെ കുറിച്ച് ബോധം വേണം. ചുമ്മാതെ ഈ താഴെ എന്റെ ഈ വീഡിയോയുടെ താഴെ ഒരുപാട് ഒരു തെറി വിളിക്കുമായിരിക്കും, നന്ദിക്ക് വിളിക്കാനും, പ്രാഗുമായിരിക്കും, ശപിക്കുമായിരിക്കും, ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഇത് നമുക്ക് കിട്ടിയ വിവരങ്ങളാണ് നമ്മൾ ഈ നൽകുന്നത്. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് അപ്പം നൽകാനും നമ്മൾ തയ്യാറാകും. അങ്ങനെയാണ് നമ്മൾ അതിന്റെ കാര്യങ്ങൾ മുമ്പ് പോകുന്നത്. ധർമ്മസ്ഥലയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നലെ അവിടെ കുഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഒന്നും കിട്ടിയില്ലെന്നാണ് അറിഞ്ഞത്. ഇനി ബാക്കി അറിയില്ല. ഈ 2000 പേരാണ് അവിടെ കാണാൻ. നമ്മൾ അതുമായിട്ട് തിരിച്ചു കിട്ടിയതാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ പറയും, കിട്ടി. അത് കാരണങ്ങൾ നമ്മൾ പോകും. 2000 പേരാണ് അവിടെ കാണാനില്ലെന്നാണ് പുതിയ റിപ്പോർട്ട്. ഇനി ഇതിനകത്തും ഈ ഒരു കേസിലും ഇതിന്റെ സത്യം പുറത്തു വരട്ടെ. കൃത്യമായി തന്നെ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുക തന്നെ ചെയ്യും എന്തായിരുന്നുള്ളത്. ഇപ്പൊ കേസ് ഇന്നും തള്ളിയല്ലോ, സെഷൻ കോടതി തള്ളിയില്ല. ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, NIA കോടതിയിലോട്ട് പൊക്കോളൂ, ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല എന്ന് പറഞ്ഞു. പ്ലാറ്റ്ഫോം ടിക്കറ്റിന് പോകാറുണ്ട്. NIA കോടതി ഞാൻ പോയിട്ടില്ല പ്ലാറ്റ്ഫോം ടിക്കറ്റിന്. വേറെ ആരും പോയതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല. തിരുവനന്തപുരം തമ്പാന റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാൻ കാണാം പ്ലാറ്റ്ഫോം ടിക്കറ്റില്ലാത്ത വരുന്ന എത്ര പേരെ ഒരു ദിവസം പിടിക്കുന്നതെന്ന്. ധനുഷ് കണ്ടിട്ടുണ്ടാവുമല്ലേ? അവന്മാരൊക്കെ പിന്നെ ഇഷ്ടം പോലെ വരെ പിടിക്കുന്നുണ്ട്. അവന്മാര് കുറെ നേരം അവിടെ ഇങ്ങനെ നിർത്തിയിരിക്കും. അവസാനം അവന്മാര് നിന്ന് കുറുപോയോ, സാർ കയ്യിൽ പൈസയൊന്നുമില്ല, പിഴയടച്ചിട്ട് പോകാൻ പറയും. അത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ സംഭവം എന്ന് പറഞ്ഞാല് ഈ ഛത്തീസ്ഗഡിൽ ഈ നക്സൽ ബാധിത പ്രദേശത്ത് നിന്ന് ഈ 3 പെൺകുട്ടികളെ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടപ്പോ ഈ കന്യാസ്ത്രീകൾ ഇവരുടെ അടുത്തില്ലായിരുന്നു. കണ്ടപ്പോ അവിടെ പോയി ചോദിച്ചതാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? കാരണം ഇവിടെ നിന്ന് മനുഷ്യക്കടത്തുണ്ട്, ഈ നക്സൽ മേഖലയാണ്. അപ്പൊ ഈ 3 പെൺകുട്ടികൾ ധനുഷ് തുടർന്ന് ഒരു കാര്യം കൂടെ ഞാൻ പറയും. വലിയൊരു പോയിന്റ് ഉണ്ട്. ഇത് ഗോത്രവർഗത്തിൽപ്പെട്ട പെൺകുട്ടികളാണ്. സാധാരണ കുട്ടികളെക്കാളും വലിയ പ്രിവിലേജ് ആണ് ഇന്ത്യൻ ഭരണകൂടം കൊടുക്കുന്നത്. അവരുടെ സുരക്ഷ ഭയങ്കര. അതാണ് ഈ ഛത്തീസ്ഗഡിൽ ആരും അനങ്ങാത്തതിന്റെ കാര്യം അതാണ്. കാരണം അവിടെ തൊട്ടുകളിൽ ഭരണം താഴെ പോകുന്നതാണ്, കോൺഗ്രസിനായാലും ആർക്കായാലും. ഇപ്പൊ ദളിത് സംരക്ഷകർക്കൊന്നും അവിടെ വരേണ്ടതായിട്ടുള്ള യാതൊരു കാര്യമില്ല. ഒരു കാര്യം തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ 3 പേര് ഇങ്ങനെ നിൽക്കുമ്പോൾ, അൺയൂഷ്വൽ ആയിട്ട് നിൽക്കുമ്പോൾ അവിടെ വന്ന് അവർ ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്? അത് ഞങ്ങളെ കന്യാസ്ത്രീകൾ കൊണ്ടുവന്നാണ്. എവിടെ കന്യാസ്ത്രീകൾ? ഇതോ അവിടെ നിൽക്കുന്നുണ്ട്. കന്യാസ്ത്രീകളുടെ അടുത്ത് പോയി ചോദിച്ചു, എന്താ വിഷയം? അവർ പറയുന്നത് ഞങ്ങൾ ജോലിക്ക് കൊണ്ടുവന്നാണ്. എന്താ ഡീറ്റെയിൽസ് എടുക്കൂ? ഡീറ്റെയിൽസ് ഇല്ല. ആധാർ കാർഡ് ഉണ്ട്? ആധാർ കാർഡ് ഇല്ല. എന്തെങ്കിലും രേഖകളുണ്ടോ? രേഖകളില്ല. എന്നാ വരും, പോലീസ് സ്റ്റേഷനിലോട്ട് പോകും എന്ന് പറഞ്ഞിട്ടാണ് ഈ കേസ് അവിടെ തുടങ്ങുന്നത് തന്നെ. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സ്ഥാനത്ത് ഹിന്ദു സന്യാസിമാരെയോ ആരെങ്കിലും മഠാധിപതിയോ ഒക്കെ സങ്കല്പിച്ചു നോക്കി വെച്ചോട്ടാ, എന്തായിരിക്കും അവസ്ഥ, ഇല്ലേ? അതായത് അതായത് പിന്നെ ഈ കേസ് നേരെ തിരിഞ്ഞു തന്നെ. അതായത് ആ പെൺകുട്ടികളെ വീര പോരാളികളാക്കിക്കൊണ്ട്, കണ്ടോ, ഈ സന്യാസിമാരിവരെ കടത്താൻ ശ്രമിച്ചപ്പോൾ തകർത്ത് തരിപ്പണമാക്കിയ ആണെങ്കിൽ പിണറായി വിജയൻ മറ്റേ അഖിലാഖിന്റെ കുടുംബത്തിന് 10 ലക്ഷം കൊടുത്തതുപോലെ വല്ല 20 ലക്ഷമോ 30 ലക്ഷമോ ഒക്കെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തത്. വല്ലാത്തൊരു പൊളിറ്റിക്സ് തന്നെയാണ് നമ്മുടെ നാട്ടിൽ. എന്തായാലും
പറയാതിരിക്കാൻ അതാ നിർവാഹമില്ല. പറഞ്ഞത്. എന്തായാലും കന്യാസ്ത്രീ ശരി, താങ്ക് യു. നല്ല അതെ അതെ അതെ, കന്യാസ്ത്രീകളുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്തായാലും കൊള്ളാം. രാഷ്ട്രീയപരമായിട്ടുള്ള ചലനവലികൾക്കിടയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ഇനി പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇതുപോലുള്ള ഒരുപാട് പൊറോട്ട് നാടകങ്ങൾ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. ഉത്തരാഖണ്ഡിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ ഗുജറാത്തിലൊക്കെ ഒരു കാക്ക കറണ്ട് അടിച്ച് ചത്ത് ഒരു പള്ളിക്ക് മുകളിൽ വീണാൽ പോലും അത് ബി ജെ പിക്കാർ ചെയ്തതാണെന്ന് പറഞ്ഞു പറ്റുന്ന ഒരുപാട് വാർത്തകൾ നമുക്ക് ഇനിയും കാണാനുണ്ട്. എന്തായാലും താങ്ക് യു.